അടുത്ത നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 2017 മോഡലൊരു സ്വിഫ്റ്റ് ആണ്. പെട്രോൾ വേരിയന്റ് വരുന്ന ഒരു വാഹനമാണ്. ഇതും തേർഡ് ഓണർഷിപ്പിൽ ഇരിക്കുന്ന ഒരു വാഹനം കൂടിയാണ്. അപ്പോൾ നമ്മൾ അതിനുശേഷം നമ്മൾ ഇങ്ങനെ സൈഡിലേക്ക് വരുവാണെങ്കിൽ പെട്ടെന്ന് ഒറ്റയടിക്ക് കണ്ട സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിലാണ്. പക്ഷെ ഇതിനൊരു ഒരു നെഗറ്റീവ് വശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു റീപ്ലേസ്മെന്റ് നടന്നിട്ടുള്ളൊരു വാഹനമാണ്. അപ്പം ഉള്ള പോലെ തന്നെ പറയണമല്ലോ. അപ്പം ഇത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകുമൊന്നുമില്ല. അപ്പോൾ വേണമെങ്കിൽ നമുക്കിത് മറച്ചു വെക്കാം. പക്ഷെ ഇത് റീപ്ലേസ്മെന്റ് വന്ന ഒരു വാഹനമാണ്. അപ്പം ഇതിന്റെ ബാക്ക് ഡോറും ഡിക്കിയും ബോണറ്റും റീപ്ലേസ്മെന്റ് ചെയ്തിട്ടുള്ള ഒരു വാഹനം കൂടിയാണിത്. ഇപ്പൊ ഈ തേർഡ് ഓണർഷിപ്പിലേക്ക് ഈ വാഹനം ഏകദേശം 83,000 കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട്. അപ്പൊ ഈ വാഹനത്തിന്റെ പ്രൈസ് ഇവർ ചോദിക്കുന്ന പ്രൈസ് 490 ആണ്. അപ്പൊ ഈ ഒരു വാഹനം പെട്രോൾ വേരിയന്റ് വരുന്ന ഒരു വാഹനം കൂടിയാണ്. നമുക്ക് ഇതിന്റെ ഉൾവശം നമുക്കൊന്ന് നോക്കാം. അതിന്റെ ഉൾവശമൊക്കെ നല്ല നീറ്റായിട്ട് ഇരിക്കുന്ന ഒരു വാഹനമാണ്. പക്ഷെ നമ്മുടെ സീറ്റ് കവറിൽ ജസ്റ്റ് ചേഞ്ചസ് ചെയ്യണം. സീറ്റ് കവർ ഒന്ന് മാറ്റി ഇട്ടേക്കൊള്ളാം. ഡ്രൈവർ സീറ്റിന്റെ മാത്രമേ നമുക്കൊരു പ്രശ്നം വരുന്നുള്ളൂ. അതുപോലെ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ അവർ സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളും ഒക്കെ എല്ലാം നീറ്റായിട്ടിരിക്കുന്ന ഒരു വാഹനം കൂടിയാണത്. അടുത്ത നമുക്ക് ഇതിന്റെ ബാക്ക് സീറ്റിലേക്ക് വരാം. അപ്പോൾ ഒരു ഫാമിലിക്ക് നല്ല രീതിയിൽ തന്നെ ഓടിക്കാൻ പറ്റുന്ന നല്ലൊരു വാഹനം കൂടി വേണത്. അപ്പം ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 490 ആണ് ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. ഈ ഒരു വാഹനം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ടാവും, തീർച്ചയായിട്ടും വിളിക്കുക. ഇപ്പോൾ ഈ ഒരു വാഹനമാണ് 2022 മോഡൽ ഒരു സെലേറിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാഹനം എന്ന് പറയുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ ഒരു വരുന്ന വാഹനം. വെറും 18,000 കിലോമീറ്റർ മാത്രമേ സഞ്ചരിച്ചിട്ടുള്ളൂ. ഏകദേശം ഇതിന് 3 ഫ്രീ സർവീസ് ബാക്കിയുണ്ട്. അതുപോലെ എഞ്ചിനും ഗിയർ ബോക്സിനും പക്ഷേ 1 ഇയർ വാറണ്ടി ഉള്ള ഒരു വാഹനം കൂടിയാണത്. പിന്നെ അല്ലാതെ നമുക്ക് സൈഡിലേക്ക് വേണമെങ്കിൽ ടയറിന്റെ ഭാഗം നമുക്ക് നോക്കാം. അളവിലും കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ്. ടയർ ഓൾമോസ്റ്റ് ഒരു 50% ടയർ ഉള്ളൂ. ബാക്കിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ 70% ടയർ വരുന്ന ഒരു വാഹനം കൂടിയാണത്. അപ്പൊ അതിനുള്ളിലേക്ക് നമുക്ക് വരുവാണെങ്കിൽ നമുക്ക് നല്ല ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ടും ഇരിക്കുന്ന ഒരു സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നല്ല പുത്തനായിട്ട് ഇരിക്കുന്ന ഒരു വാഹനമാണ്. ഇതിന് റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളും ഒക്കെ ഉള്ള രീതിയിലാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വണ്ടിയിലുള്ളിൽ തന്നെ നല്ല നീറ്റായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഒരു വാഹനം. അപ്പോൾ ബാക്ക് സീറ്റൊക്കെ നല്ല നീറ്റായിട്ടിരിക്കുന്ന ഒരു വാഹനമാണ്. അതിൽ അപ്പോൾ റിയർ വൈപ്പറൊക്കെ ഉള്ള ഒരു വാഹനം കൂടിയാണ്. ബാക്കിലൊക്കെ നല്ല നീറ്റായിട്ട് സീറ്റ് കവറും കാര്യങ്ങളും നല്ല നീറ്റായിട്ടിരിക്കുന്ന ഒരു വാഹനം. അപ്പോൾ ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 620 ആണ് ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. അപ്പം നല്ലൊരു വണ്ടി നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക.